ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാജിയുടെ പിറന്നാളായിരുന്നേ. പിറന്നാളായതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. സാധാരണ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും ലീവൊന്നും ആക്കാറില്ല. പിറന്നാളാണെങ്കിൽ ഓക്കെ, വൈകുന്നേരം വരും, ഒരു കേക്ക് കട്ട് ചെയ്യും, അല്ലെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകും. ഇതൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. ഇനിയിപ്പോൾ സൺഡേയോ അങ്ങനെ ഹോളിഡേയ്സിലൊക്കെ വന്നെങ്കിൽ മാത്രമേ ഡേ ടൈം മൊത്തം ഒന്ന് പുറത്തേക്ക് സ്പെൻഡ് ചെയ്യാറുള്ളൂ. സാധാരണഗതിയിൽ ജോലിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകും. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത്തവണ ഞാൻ ഓഫീസിൽ പോയി വൈകിട്ട് വന്നിട്ടാണ് ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നത്. വലിയ ആർഭാടമൊന്നും ആക്കിയിട്ടില്ല. ചെറിയൊരു സെറ്റപ്പ് വീട്ടിൽ തന്നെ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് വേറെ കൂടുതൽ ആൾക്കാരും ക്ഷണിച്ചിരുന്നില്ല. നമ്മൾ കോട്ടയത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള അജിഷേട്ടനും അതുപോലെ തന്നെ സൗമ്യയും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് തന്നെയാണ് വാങ്ങിച്ചത്. ആളൊരു വാഞ്ചോ ഫാനാണ്. അപ്പം വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ നടത്തിയത്. അപ്പോൾ എന്താ കുഞ്ഞാവണ്ട് കേക്ക് നോക്കി നിൽക്കുന്നത്, അത് മുറിക്കണോ അല്ല എടുത്ത് കളയണോ എന്നുള്ള രീതിയിലാണ് ആളെ നോട്ടം. കുറേ നേരം ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വലിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സാണ് സാധാരണ ഇടാറ്. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ട്. ഇത്തവണ സൗമ്യ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നേരെ പോയത് നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടി വരുന്നുണ്ട്, വാർഷികാഘോഷമാണ്. അപ്പോൾ അതിന് കലാപരിപാടികളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കൂടെ ഒരു സെൻറ്ററിൽ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നേരെ പോയത്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ കുറച്ച് സ്വീറ്റ്സും കൂടെ വാങ്ങിയിട്ടാണ് പോയത്. നമ്മുടെ സന്തോഷം അവർ കൂടെ ഇടുന്ന് പങ്കുവെക്കുന്നത്. ഈ കാണുന്ന ആൾക്കാരൊക്കെയാണ് രാജിക്ക് നാട്ടിലുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ഇവരെ കൂടെയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് കുഞ്ഞാവ് അവിടെ ഉള്ളൊരു മോളുണ്ട്, അവളെ കയ്യിലാണ് ഫുൾ ടൈം ഉണ്ടാകുക. അവളെ കൂടെയായിട്ട് കളിച്ച് ചിരിച്ചിരിക്കലാണ്. കാരണം അല്ലെങ്കിൽ അവളെ പ്രാക്ടീസ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എല്ലാ ദിവസവും വൈകിട്ട് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പം ദിവസം പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ഭയങ്കര ഹരാണ്, നല്ല രസമാണെന്നൊക്കെയാണ് പറയുന്നത്. കാരണം കുഞ്ഞായതിന് ശേഷം അങ്ങനെ വീട്ടിൽ നിന്ന് കാര്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാമെന്നല്ലാതെ അല്ലാതെ വീട്ടിൽ തന്നെയാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോകും, വീട്ടിലിങ്ങനെ പുറടിച്ചിരിക്കുകയാണ്. നല്ലതാ പറഞ്ഞാളാ. ആ ഒപ്പനെൻ്റെ പാട്ട് മാറിപ്പോയോ?